എനിക്കും മനസ്സ് വായിക്കാൻ പഠിക്കണം, ഞാൻ ജാള്യത്തോടെ പറഞ്ഞു. അത് പഠിക്കാത്തതാണോ നല്ലത്? മനസ്സ് വായിക്കാൻ പഠിച്ചതിൽ പിന്നെ ഒരു ബന്ധത്തിലും അധികം തുടരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അയാൾ സങ്കടത്തോടെ ചിരിച്ചു. മൈൻഡ് റീഡിംഗ് തുടങ്ങിയ കാലത്ത് അതൊരു രസമായിരുന്നു. സ്വന്തം കൂടപ്പിറപ്പുകളുടെയും അന്ന് സ്നേഹിച്ചിരുന്ന പെണ്ണിൻ്റെയും മനസ്സ് വായിച്ചതിൽ പിന്നെ പഠിച്ചതിൽ പശ്ചാത്താപം തോന്നി. കെ.ആർ. മീരയുടെ ഖബർ എന്ന നോവലിലെ നായകനും മായാജാല വിദ്യക്കാരനുമായ ഹയാലുദ്ദീൻ തങ്ങളുടെ വാക്കുകൾ. ആരാച്ചാർ, മീര സാധു, കലാച്ചി, മഴ മന്ദഹാസങ്ങൾ തുടങ്ങി ഒട്ടേറെ നോവലുകൾ വായനക്കാർക്ക് സമ്മാനിച്ച കെ.ആർ. മീരയുടെ മറ്റൊരു സ്ത്രീപക്ഷ ഉജ്ജ്വല കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു നോവൽ കൂടിയാണ് ഖബർ. ഇതിലെ സ്ത്രീ കഥാപാത്രം ഭാവന സച്ചിദാനന്ദൻ എന്നറിയുന്നു. ആരാച്ചാർ എന്ന നോവലിലെ ചേതന മല്ലിക്കിൻ്റെ വൈകാരിക സംഘർഷങ്ങൾ വ്യത്യസ്ത തലത്തിൽ ഭാവനയിലും കരുത്തോടെ നേരിടുന്നു. ഈ രണ്ട് കൃതികളിലും പൊതുവായി കണ്ട ഒരു പ്രത്യേകത രണ്ടും നീതിന്യായ വ്യവസ്ഥയുടെയും യുക്തിയും നിയമവും തമ്മിലുള്ള അതിർവരമ്പുകളുടെയും ലോകം തുറന്നിടുന്നു എന്നത് തന്നെയാണ്. കുടുംബം, പ്രണയം, സ്നേഹത്തിൻ്റെ അർത്ഥം, അർത്ഥശൂന്യത തുടങ്ങിയവയെല്ലാം തന്നെ സമന്വയിപ്പിച്ചുകൊണ്ട് ജില്ലാ ജഡ്ജി കൂടിയായ ഭാവനയുടെ ആദ്യ ഭാഗം തുടങ്ങുന്നു. ലോ കോളേജിൽ ഒരുമിച്ച് പഠിച്ച് പ്രണയിച്ച് വിവാഹിതരായ പ്രമോദും ഭാവനയും വിവാഹ ജീവിതത്തോടെ പ്രണയത്തിലുണ്ടായിരുന്ന തുല്യത നഷ്ടപ്പെടുന്നു. പുരുഷ മേൽക്കോയ്മ തലപൊക്കുമ്പോൾ, ജോലിയിൽ ഭാര്യ ഉയർന്ന അംഗീകാരത്തിന് അർഹയാവുമ്പോൾ കുടുംബജീവിതം താളം തെറ്റി തുടങ്ങുന്നു. വൈകി ഉണ്ടാകുന്ന മകന് ഉണ്ടായ പെരുമാറ്റ പ്രശ്നങ്ങളും മറ്റും പ്രമോദും ഭാവനയും പിരിയാൻ കാരണമാകുന്നു. എന്നാൽ വേർപിരിയലിനു ശേഷം ജില്ലാ ജഡ്ജിയാവുകയും പെരുമാറ്റ വൈകല്യമുള്ള മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ ഉപേക്ഷിച്ചു പോയത് അവൻ്റെ കാരണങ്ങൾ കൊണ്ടല്ല, അവനൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് മകനിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയായും, കോടതി മുറിയിൽ നീതിയുടെ നിയമത്തിൻ്റെ തളരാത്ത കാവലാളായും, ഭർത്താവിൻ്റെ രണ്ടാം വിവാഹത്തിന് മകനെയും കൂട്ടിപ്പോയി ആശംസകൾ അറിയിക്കുന്ന സ്ത്രീയായും അവൾ ആത്മാഭിമാനത്തിൻ്റെ ജ്വാലയായി വായനക്കാരുടെ മനസ്സ് നിറയ്ക്കുന്നു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾ പുരുഷന്മാരുടെ മനസ്സിലേക്ക് കോറിയിടുന്ന അനേകായിരം ചോദ്യങ്ങൾ ഉയർത്തുന്ന കഥകളും നോവലുകളുമാണ് കെ.ആർ. മീരയുടേത്. ഖബർ എന്ന സ്ത്രീപക്ഷ നോവലും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. കൺകെട്ടുകളുടെയും പഴങ്കഥകളുടെയും ഇന്നും ഖബറടക്കാത്ത കഥ.